السلام عليكم ورحمة الله وبركاته. إن الحمد لله نحمده ونستعينه ونستغفره ونعوذ بالله من شرور أنفسنا ومن سيئات أعمالنا. من يهده الله فلا مضل له ومن يضلل فلا هادي له. وأشهد أن لا إله إلا الله وحده لا شريك له وأشهد أن محمدا عبده ورسوله. اللهم صل على سيدنا محمد حي الرحمة وميمي الملك ودار الدوام السيد الكامل الفاتح الخاتم عدد ما في علمك قائم وقد قال كلما ذكرك وذكره الذاكرون وكلما غفل عن ذكرك وذكره الغافلون. صلاة دائمة بدوامك باقية ببقائك لا منتهى لها دون علمك إنك على كل شيء قدير. أما بعد فإن خير الحديث كتاب الله وخير الهدي هدي محمد صلى الله عليه وسلم وشر الأمور محدثاتها وكل محدثة بدعة وكل بدعة ضلالة وكل ضلالة في النار. ظلمت سنة من نهي الظلام إلى أن اشتكت دماء ضر من ورمي. مولاي صل وسلم دائما أبدا على حبيبك خير الخلق كلهم. وشد من سبب نشاه وطوى تحت الحجارة كسر مدرف الأدم. مولاي صل وسلم دائما أبدا على حبيبك خير الخلق كلهم. محمد سيد الكونين والثقلين والفريقين من برد ومن عجم. مولاي صل وسلم دائما أبدا على حبيبك خير نبينا الأمير الناهي فلا أحد أبر في قول لا منه ولا نعم. مولاي صل وسلم دائما أبدا على حبيبك خير الخلق كلهم. هو الحبيب الذي ترجى شفاعته لكل هول من الأهوال المقتدمين. مولاي صل وسلم دائما أبدا على حبيبك خير الخلق كلهم. ما سامني الدهر ضيما واستجرت به إلا ولدت جوارا منه لم يضمي. مولاي صل وسلم دائما أبدا على حبيبك خير ولا التمست عين الدارين من يده إلا استلمت الندى من غير مستلم. مولاي صل وسلم دائما أبدا على حبيبك خير الخلق كلهم. ബഹുമാനരായ സദസ്സിലുള്ള സാദാത്യങ്ങൾ, വേദിയിലുള്ള പണ്ഡിതരെ, അഷ്റഫുൽ ഖൽഖ് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളുടെ മുഹിബ്ബീങ്ങളായ ഉമ്മത്തുകൾ, ആമുഖത്തിലേക്ക് കടക്കാതെ വിഷയത്തിലേക്ക് പ്രവേശിക്കുകയാണ്. നാം ഇന്ന് ചർച്ച ചെയ്യുന്ന വിഷയം നമ്മളിൽ പലർക്കും അറിയാത്ത
എന്തോ കാരണത്താൽ അറിയാതെ പോയ ബഹുമാനപ്പെട്ട റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളുടെ ആ പവിത്രമായ ആ ജീവിതം അത് മുഴുവനും ഒരു നെഗറ്റീവ് ചിന്തയിൽ കൂടെയാണ് അധിക പേര് മനസ്സിലാക്കി വെച്ചിട്ടുള്ളത്. സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ ഒരു മഹാസമ്പന്നനായിരുന്നു എന്ന് പറഞ്ഞാൽ നമ്മുടെ മനസ്സിൽ എന്തോ ഒരു വേവലാതികളുമായ വേദാരുടെ മാതിരിയാണ്. സമ്പന്നൻ ഇങ്ങനെ മനസ്സിലാക്കി വെച്ച വലിയൊരു വിഭാഗമുണ്ട്. ഇന്നിപ്പോ ഈ ചർച്ചയിൽ നമ്മള് ലളിതങ്ങൾ സമ്പന്നനോ അതല്ല മിസ്കീനോ അതല്ല ഫക്കീറോ എന്ന് ചോദിച്ചാൽ സമ്പന്നനാണ് എന്ന് മനസ്സിലാക്കി വെച്ചവർ വളരെ കുറവായി. അങ്ങനത്തെ എല്ലാവരും മനസ്സിലാക്കി വെച്ചിട്ടുള്ളത് സമ്പന്നനാണെന്ന് മനസ്സിലാക്കിയത് വലിയ അറിയാനാണ്. ലളിതങ്ങൾ സമ്പന്നനാണ്, ഒരു വലിയ സമ്പന്നനാണ്. അന്നത്തെ കാലത്ത് ലളിതങ്ങൾ ജീവിക്കുന്ന കാലത്ത് അന്നത്തെ ഏറ്റവും വലിയ പണക്കാരൻ, ഏറ്റവും വലിയ സമ്പന്ന പ്രസുഖയാണ് എന്ന് മനസ്സിലാക്കി ചെറുത് എഴുതിച്ചാണ്. പരിശുദ്ധ ഖുർആനിൽ അല്ലാഹു സുബ്ഹാനഹു വ തആല പ്രത്യേകമായി പറഞ്ഞൊരു വാക്കുണ്ട്. നാം അങ്ങനെ മനസ്സിലാക്കി വെക്കണം. ഖുർആൻ പറഞ്ഞത് പ്രകാരം മനസ്സിലാക്കണം. വവജദക ആയിലൻ ഫഅഗ്നാ. അതിനു പറഞ്ഞു വവജദക ളാല്ലൻ ഫഹദാ. അന്ധകാരത്തിന്റെ ഇരുട്ടിന്റെ ഉള്ളിൽ ജീവിച്ച ജനങ്ങൾ എങ്ങനെയും പിഴച്ചു പോകാനുള്ള എല്ലാ സാഹചര്യങ്ങളും ഉണ്ടായിരിക്കാൻ ഒരു തെറ്റ് പോലും ചെറുപ്പത്തിൽ പോലും ചെയ്യാതെ പരിശുദ്ധനായി വളർന്നു. അതാണ് പ്രവാചകന്മാർ. അടുത്തത് ദാരിദ്ര്യത്തിൽ മൂക്ക് കുത്താൻ എന്തെല്ലാം കാരണങ്ങളുണ്ടോ അതെല്ലാം ഉണ്ടായിട്ട് മുതലാളിയാക്കി. എല്ലാവർക്കും ഒരു മാറ്റാണത്. രണ്ട് സൈസുള്ള മുതലാളിത്ത റസൂലുള്ളാഹിയുണ്ട്. ഒന്ന് ഖനാഅത്ത്, മുതലാളിമാരെ പോലെ എന്ത് കിട്ടിയാലും ഉള്ളത് കൊണ്ട് തൃപ്തിപ്പെട്ട് റസൂലുള്ളാഹിയുടെ ഇല്ലായ്മയോ ബുദ്ധിമുട്ടോ ഒരാളോട് പറയാതെ ഉള്ളത് കൊണ്ട് തൃപ്തിപ്പെട്ടുള്ള ജീവിതം അതെല്ലാവർക്കും അറിയാം. എന്നാൽ സാമ്പത്തികമായി പണമായി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾക്ക് ധാരാളം ഉണ്ടായിരുന്നു, കുറച്ചൊന്നുമല്ല. അതിന്റെ കണക്കുകളാണ് ഇന്ന് നാം മനസ്സിലാക്കാൻ പോകുന്നത്. ഇത് മനസ്സിലാക്കി വെക്കാഞ്ഞാല് ആലം എന്ന് പറഞ്ഞിട്ട് ഷറഫുലന മൗലൂദിന്റെ ഒരു ഹാസ്യമുണ്ട്, കണ്ടിട്ടുണ്ടാവും. സമ്മാനമൊക്കെ കൂടുതൽ ഷറഫുലന മൗലൂദിന്റെ ഒരു ഹാസ്യം ആലം. അതിന്റെ ഹാസ്യം പറയുന്നത് ആരെങ്കിലും നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളെ സംബന്ധിച്ച് ഫഖീറാണെന്ന് പറഞ്ഞാൽ അവനെ മുർത്തദ്ദാണ്, ദീനിന്ന് പുറത്തു പോയാലാണ് എന്ന് വരെ പറഞ്ഞത്. നബി തങ്ങൾ ഫഖീറാണ് എന്ന് പറഞ്ഞാൽ ദീനിന്ന് പുറത്താണ്. ബഹുമാനപ്പെട്ട ഇമാം മാലിക് റളിയല്ലാഹു അൻഹു മഹാനവറുകളുടെ അടുക്കൽ ഒരാൾ വന്നിട്ട്, മാലിക് ഇമാമുള്ള സംശയമാണ്, ഒരാൾ വന്ന് ഒരാൾ ആക്ഷേപിക്കുകയാണ്, ചീത്ത പറയാണ്. ആ ചീത്ത പറയുന്നതിന്റെ കൂട്ടത്തിൽ ഇയാൾ പറഞ്ഞു, ഫഖീറായോ നിനക്കെന്താ പറയുന്നത്? ദാരിദ്ര്യം പിടിച്ച ആളുകൾക്ക് എന്താ പണേ? നീ ഫഖീറല്ലേ എന്നാണ് താഴ്ത്തി കെട്ടിക്കൊണ്ട് അങ്ങനെ പറഞ്ഞതാണ്. ആ സമയത്ത് അയാൾ തിരിച്ചു പറയാണ്, وقد رأى النبي صلى الله عليه وسلم
ഞാൻ ഫഖീറായതിന്റെ പേരിൽ നീ എന്നെ ആക്ഷേപിക്കുകയോ, നീ എന്നെ മാനം കെടുക്കുകയോ, എന്റെ അന്തസ് നശിപ്പിക്കുകയോ, എന്നെ മാനം കെടുക്കുകയോ എന്തായാലും അത്ഭുതമുള്ളത്. ബഹുമാനപ്പെട്ട റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ ആട് മേയിച്ചിട്ടില്ലേ? തീർച്ചയായും സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ ആട് മേയിച്ചിട്ടുണ്ട്. ആട്ടിനെ ഫഖീറന്മാരാണ് സാധാരണ. ഇതാ മറുപടി. ഈ മറുപടി കേട്ടപ്പോൾ ബഹുമാനപ്പെട്ട ഇമാം മാലിക് റളിയല്ലാഹു അൻഹു പറഞ്ഞത് النبي صلى الله عليه وسلم في غير موضعه أرى أن يؤدب. പക്ഷെ നബി തങ്ങൾ പറയേണ്ട സ്ഥലത്തല്ലാതെ പറഞ്ഞു, അതുകൊണ്ട് അത് പഠിപ്പിക്കണം, ഓനടുക്കണം, അത് കൊണ്ടുവരാൻ പാടില്ല. ഓന്റെ കാര്യത്തിന് തെളിവ് നബി തങ്ങൾക്ക് കാര്യത്തിലുണ്ടായിരുന്നുള്ളതാണ് ചുരുക്കം. അത് പറയാൻ പറ്റി വാക്കെല്ലാം അടുക്കണം. മാലിക്കി മദ്ഹബിലുള്ള അത്താജുൽ ലിക്രിയുടെ പ്രധാനപ്പെട്ട കിതാബാണ് മാലിക്കി മദ്ഹബിലുള്ള. ആ കിതാബിലെ ഉദ്ധരണിയാണത് അത്താജുൽ ലിക്രി. അപ്പോൾ നബി തങ്ങളെ സംബന്ധിച്ച് നമ്മുടെ തഫ്സീറുകൾ മുഴുവൻ നോക്കിയാൽ, അബൂ സുഈദ് ബൈളാവി, റാസി, ഇങ്ങനെയുള്ള ഏത് തഫ്സീർ നോക്കിയാലും ലിൽ ഫുഖറാഇൽ മുഹാജിരീന തഫ്സീറിൽ പറയുന്നത് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളെ സംബന്ധിച്ച് ഒരു കാരണവശാലും ഫഖീർ എന്ന് പറയുന്നത് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം ഫഖീറന്മാരായ മുഹാജിറുകൾക്ക് എന്ന് പറയുന്നതിന്റെ ഇഗ്റാം വിശദീകരിക്കുകയാണ്. അത് മുമ്പ് 3-4 വിഭാഗം പറഞ്ഞിട്ടുണ്ട്. അതിന് ബദലാക്കണം. ഈ ഫഖീർ മുഹാജിർ നബിയെ കൊടുക്കാൻ പറ്റില്ല. നബി സല്ലല്ലാഹു അലൈഹി വസല്ലം ഫഖീർ, നബി തങ്ങൾ ഫഖീറല്ല. എല്ലാ തഫ്സീറുകളാണ്. അതുകൊണ്ട് ഒരു കാരണവശാലും ഇനി ആ ധാരണ മാറ്റണം. അവിടെ മനസ്സിലെല്ലാം ഉണ്ടാവും. സാധ്യം പറയാണ്, എല്ലാവരും മനസ്സിലുണ്ടാണ് ചോദ്യം. നബി തങ്ങൾ അല്ലാഹുമ്മ അഹ്യിനി മിസ്കീന വഅമിത്നി മിസ്കീന വഹ്ശുർനി ഫീ ജുമലത്തിൽ മസാകീൻ. സാധാരണ രാഷ്ട്രീയക്കാർ സ്റ്റേജിലുണ്ടാകുന്ന ഒരു പ്രസംഗമാണത്. മിസ്കീനാണോ ഫഖീറാണോ ഏറ്റവും മോശപ്പെട്ട അവസ്ഥ? ഏതായാലും മിസ്കീന്മാരെ കൂടെ ഒരുമിച്ച് ജീവിപ്പിച്ച് മിസ്കീന്മാരെ കൂടെ അല്ലാഹുമ്മ അഹ്യിനി മിസ്കീന വഅമിത്നി മിസ്കീന, മിസ്കീനായി മരിപ്പിച്ച് മിസ്കീന്മാരോട് ഒരുമിച്ച് കൂട്ടണേ എന്ന് നബി തങ്ങൾ ദുആ ചെയ്തില്ലേ? മലയാളിയാകാം ഒരിക്കലും നബി പറഞ്ഞിട്ടില്ല. ബഹുമാനപ്പെട്ട ഇബ്നു ഹൈതമി തങ്ങൾ ഈ വിഷയത്തിൽ വലിയ ഭാഷകളാണ്. മഹാനവറുൽ തുഹ്ഫയിൽ, അതുപോലെ ഇബ്നു അസ്കലാനി ഫത്ഹുൽ ബാരിയിൽ 4 കണ്ടിട്ടുണ്ട്. ഈ ഹദീസ് ഉദ്ധരിച്ചുകൊണ്ട് പറയുന്നത് ഹദീസ് ദഈഫാണ്. നബിയുടെ അടുക്കൽ അങ്ങനെയുള്ള ദുആ ഉണ്ടാവില്ല. ഖുർആനെതിരാണ്. പറഞ്ഞിട്ടുണ്ട്. അതിനെതിരായി ദഈഫായ ഹദീസ് കാണണം. ഇനി അങ്ങനെ ദുആ ഉണ്ടെങ്കിൽ ആ മിസ്കീന് സാധാരണ മനസ്സിലാക്കുന്ന മിസ്കീനല്ല, ലോകത്തം വെക്കണം. എന്താ ആ മുഹ്താജ് അല്ലാഹുവിന്റെ റഹ്മത്തിലേക്ക് ആവശ്യമുള്ളവരെ കൂടെ ജീവിപ്പിച്ച്, അല്ലാഹുവിന്റെ റഹ്മത്തിലേക്ക് ആവശ്യമുള്ളവരോട് കൂടെ വലിപ്പിച്ച് അവരോട് കൂടെ മിസ്കൂടെ നടത്തം വെക്കണം. എന്നല്ലാതെ പണമില്ലാത്തവർ നടത്തം വെക്കാൻ പാടില്ല. ചെയ്യുന്നത് പണ്ഡിതന്മാരാകുമ്പോൾ അസ്കലാനിന്റെ പത്തുപാലിനേക്കാളും കുറച്ചുകൂടി നമുക്ക് ഒരു അംഗീകാരം ചെയ്യുന്നത് തൊഴഫയാണ്. തൊഴഫിന്റെ ആവശ്യം വളരെ പരാമർശിക്കുന്നത് നമ്മുടെ ഓതിയ ഹദീസ് സാധാരണ ചോദ്യം പറയാണ്, ഞാന് മഹാനായ നേതാക്കളുടെ സുന്നത്തിനെ ഞാൻ
സുന്നത്ത് നിസ്കരിച്ചിട്ട് രണ്ട് കാലിലും നീര് കട്ടി വീർക്കുന്നത് വരെ സുന്നത്ത് നിസ്കരിച്ചു. ആ നബിയുടെ സുന്നത്ത് ഞാൻ അതാ ചെയ്യുന്നത്. നമസ്കാരം കഴിഞ്ഞ രാത്രിയിൽ ഒരു റക്അത്തിൽ അൽബഖറോ ആലു ഇംറാനോ നിസാവോതുമായിരുന്നു ഉത്തരക്കാറ്റ്. അത് ഓതുന്ന അത്രയും സമയം പോകല്, അത്രയും സമയം എഴുതാല്, അത്രയും സമയം കണ്ടു തോന്നല്, അത്രയും സമയത്ത് ഒന്ന് ചിന്തിച്ചു. ഓരോരോ ആയത്തുകൾ ഓതുമ്പോൾ പ്രത്യേകമായി അതിൽ വരുന്ന ദ്വാകൾ വേർക്കനുസരിച്ച് ദ്വാ ചെയ്തുകൊണ്ട് നരകത്തോട്ട് കാവലിൽ കിടന്നുകൊണ്ട് ഇങ്ങനെയുള്ള നിസ്കാരം സുഖീകരിക്കല്. അങ്ങനെയാണ് നീരട്ടുന്നത്. ഒറ്റ നൃത്തം 2-2.5 മണിക്കൂർ വേണ്ടി. പിന്നെ ഇമാം മൂസൂരി പറഞ്ഞതാ وشد من شرف عشاءه وطوى تحت الحجارة كشح مطرف الأدم. വളരെ മിനുസമുള്ള തൊലിയുടെ മേലെ കല്ല് വെച്ച് കെട്ടിയിരുന്നു. വിശപ്പ് കാരണം വിശപ്പിനാണ് നിമിത്തങ്ങൾ വെച്ച് കെട്ടി ആഴ്ചകളുടെ കൊടന്നെ ആ കൊടന്നെ ചുറ്റിപ്പിടിക്കുകയും ചെയ്തു. ചട്ടലിക്കാലത്തെ കല്ലിന്റെ താഴെ വളരെ മിനുസമുള്ളതായ തൊലി, ആ തൊലിയുള്ള ആ ഭാഗത്ത് കല്ല് ചുറ്റിക്കുന്നു. ഇവിടെ രണ്ട് കാര്യം ഇങ്ങനെയുള്ള നബിയുടെ സുന്നത്തിൽ ആക്രമിച്ചു. ഈ വെയിറ്റ് വിശദീകരിച്ചുകൊണ്ട് ബഹുമാനപ്പെട്ട ഇബ്നു ഹജർ തങ്ങൾക്ക് ബുർദത്തുൽ ഹാഷിം എഴുത എന്ന പേരിൽ കേട്ടിട്ടുണ്ടാവുമല്ലോ, സമർദ്ദമല്ലോ എഴുത. ഈ എഴുത എന്ന കിതാബിന്റെ വ്യാഖ്യാനത്തിൽ പറയുന്നു, ഒന്ന് നബി തങ്ങളുടെ ഖിയാമുൽ ലൈലാണ് ഒന്ന് പറയുന്നത്, രണ്ടാമത് പറയുന്നത് നബി തങ്ങളുടെ നോമ്പിനെ പറ്റിയാണ് പറയുന്നത്. നോമ്പ് കാരണമുള്ള വിശപ്പാണ് സംസാരിക്കുന്നത് എന്നല്ലാതെ ഭക്ഷണം ഇല്ലാത്തതിന്റെ പേരിൽ വിശപ്പുണ്ടായ സംഭവമല്ല. തങ്ങളുടെ സുന്നത്ത് ഒന്ന് ഖിയാമുൽ ലൈൽ, ഒന്ന് റമദാൻ എല്ലാ ദിവസവും നോമ്പ്. നബി തങ്ങളുടെ നോമ്പെന്താ വിശദീകരിക്കുന്നുണ്ട് ഹദീസിലെ കിതാബുകളല്ലാണ്ട്. നബി തങ്ങൾ നോമ്പ് നോക്കൽ നോൺ സ്റ്റോപ്പ് നോമ്പാ. അതായത് മഗ്‌രിബ് നിസ്കരിച്ചാൽ മഗ്‌രിബാവത്തെ നോമ്പ് മറക്കൂല. മഗ്‌രിബ് നിസ്കാരം ബാങ്ക് കൊടുത്താൽ സുബഹി വരേക്കും ഭക്ഷണം കഴിക്കും നമുക്ക് സുന്നത്താവുമ്പോൾ മുറിക്കണമല്ലോ. റസൂലുള്ളാഹി നോമ്പ് മുറിക്കാതെ എത്ര ഏകദേശം ഒരു മാസം. ആയിഷ റളിയല്ലാഹു ഹദീസിലുണ്ട്, കിതാബ് നബി തങ്ങൾ നോമ്പ് നോക്കും. പിന്നീട് ഞങ്ങൾ പറയുന്ന ഈ മാസം മുഴുവൻ നോമ്പായിരിക്കും. എന്ത് നോമ്പ്? നോൺ സ്റ്റോപ്പ് നോമ്പ്, ഒരു ഭക്ഷണം കഴിക്കാതെ. തങ്ങൾ വിരോധിച്ചു, ഈ നോമ്പാണ് നോക്കാൻ പാടില്ല എന്ന് പറഞ്ഞു. മിസാലിന്റെ നോമ്പ് വിരോധിച്ചിട്ടുണ്ട് ഉമ്മത്തിലേക്ക്. അപ്പൊ തങ്ങളോട് ചോദിക്കുന്നുണ്ട്, നബിയെ തങ്ങൾ മിസാൽ ചെയ്യുന്നുണ്ടല്ലോ, മിസാൽ മനസ്സിലാക്ക മുടിയാതെ നോമ്പ് തങ്ങൾ വെക്കുന്നില്ലേ? അവിടെ എന്താ ഞാൻ നിങ്ങൾ ആരും മാതിരിയല്ല. എനിക്ക് എന്റെ റബ്ബ് ഭക്ഷണം തന്നുണ്ട്, എന്റെ റബ്ബ് കുടിക്കാനുള്ള പാനീയം തന്നുണ്ട്. എന്റെ മാര്യങ്ങളല്ല. അവിടെയാണ് ഇന്നലെ തങ്ങൾ ചോദിക്കുന്ന ചോദ്യമുണ്ട്. അങ്ങനെ അള്ളാഹുവിന്റെ ഭാഗത്തിൽ നിന്ന് നബി തങ്ങൾക്ക് ഭക്ഷണവും പാനീയവും ലഭിക്കുമെങ്കിൽ പിന്നെ എന്തിനാണ് കല്ലെടുത്തിട്ടുള്ളത്? വിശപ്പുണ്ടാവുമല്ലോ. എനിക്ക് ഇന്നലെ തങ്ങൾ പറയുന്ന മറുപടി, അള്ളാഹുവിന്റെ ഭാഗത്തിൽ നിന്ന് ഈ ഭൂമിയിൽ വെച്ച് ലഭിക്കുന്ന ആ പാനീയം ലഭിക്കുന്നു, ഭക്ഷണം ലഭിക്കുന്നു എന്ന് പറഞ്ഞാൽ ഭക്ഷണം ലഭിച്ചവർക്കുള്ള ആരോഗ്യമുണ്ടാകും, ഭക്ഷണം ലഭിച്ചവർക്കുള്ള ദാഹമില്ലാത്തുണ്ടാവില്ല എന്നല്ലാതെ വയറിലേക്ക് ഒന്നും എത്താതിരിക്കുമ്പോൾ വയറിന്റെ സ്വഭാവമാണ് കാട്ടുന്നത്. വയറിന് ഭക്ഷണം വയറും വിശപ്പ് കാണുമ്പോൾ ആ വേദന കാണാൻ വേണ്ടി കല്ല് വെച്ചിട്ട് മുട്ടിയെടുക്കും, മുട്ടി കുടിക്കും. ഇതാണ് പറയുന്നത്. മാസം
നബിതങ്ങളത് വിരോധിച്ചിരുന്നെങ്കിലും ബഹുമാനപ്പെട്ട അബ്ദുല്ലാഹി ഇബ്നു സുബൈർ റളിയല്ലാഹു അൻഹു മദീനയിൽ വെച്ച് ആദ്യമായി ജനിച്ച കുട്ടി, മദീനയിൽ ആദ്യമായി ജനിച്ച കുട്ടിയുടെ പേരാണ് അബ്ദുല്ലാഹി ഇബ്നു സുബൈർ റളിയല്ലാഹു അൻഹു. ജൂതന്മാർ മുസ്ലിമീങ്ങൾക്ക് സിഹ്ർ ചെയ്തിട്ടുണ്ട് എന്ന് പറഞ്ഞു നിർത്തി. അതുകൊണ്ട് മദീനയിൽ വരുന്ന മുഹാജിറുകൾക്ക് കുട്ടികളുണ്ടാവില്ല. ആരും നിർമ്മികളാണ്, മുഹാജിറുകൾക്ക് നിർമ്മികളാണ്. ഇങ്ങനത്തെ പ്രചരണം നടന്നു. അതിൻ്റെ ഇടയിലാണ് ബഹുമാനപ്പെട്ട സിദ്ദീഖുൽ അക്ബർ റളിയല്ലാഹു അൻഹുവിന്റെ മൂത്ത മകൾ ആയിഷ ബീവിയുടെ ജ്യേഷ്ഠത്തി അസ്മാ റളിയല്ലാഹു അൻഹ ഗർഭിണിയാകുന്നത്. അവരുടെ ഭർത്താവാണ് സുബൈർ ബിൻ അവ്വാം. ആ കുട്ടികൾക്ക് അബ്ദുൽ അസ്മാക്ക് നിർബന്ധമാണെന്നതാണ് മുസ്ലിങ്ങൾക്ക് ഏറ്റവും കൂടുതൽ സന്തോഷം. ആ പ്രചരണം പോയി കിട്ടി. ആദ്യമായി ജനിച്ചതും അബ്ദുല്ലാഹി സുബൈർ റളിയല്ലാഹു അൻഹുവാണ്. അവർക്ക് ആദ്യമായി തൊട്ടുകൊടുത്ത റസൂലുള്ളാഹി തങ്ങളുടെ മുനീറാണ്. അത് വേറെ വിഷയമാണ്. അബ്ദുല്ലാഹി സുബൈർ റളിയല്ലാഹു അൻഹുവിനോട് സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങള് ഫസ്റ്റ് കൊമ്പ് വെച്ച ചോര ഒരു പാത്രത്തിലെടുത്തു. നമ്മൾ ഹിജാബ് ചെയ്യുമ്പോഴൊക്കെ കുട്ടികൾ കുറെ കപ്പുകളുണ്ട്. എന്നമാതിരി തലയുടെ നിരമ്പ് കേടുവന്ന രക്തം നിരമ്പ് മുറിച്ചിട്ട് അതിൽ നിന്ന് രക്തം വെച്ചിട്ടാണ് കൊമ്പ് വെക്കാനാണ്. ആ രക്തം ഒരു കപ്പിലുണ്ട്. ആ രക്തം എടുത്തുകൊണ്ട് പറഞ്ഞു അബ്ദുല്ലാഹി സുബൈറിനോട്, റസൂലുള്ളാഹി വഫാത്താകുമ്പോൾ 9 വയസ്സിന്റെ താഴെയുള്ളൂ, ചെറിയ കുട്ടിയാണ്. അതിലേക്ക് റസൂൽ അനുസരിച്ച കുട്ടിയാണ്. ഈ രക്തം നീ ആരും കാണാത്തോട്ട് നീ കാണണം. മഹാനവറുകൾ ആ രക്തവുമായി പോയി. കുറെ പോയി തിരിച്ചു വന്നു. വീട്ടിലെ എന്ത് ചെയ്യും? ഞാനത് ആരും കാണാതെ ചോദിച്ചു പോകാറ്. നീ കുടിച്ചോ ചോദിച്ചു. ഞാൻ കുടിച്ചു. അപ്പൊ റസൂലുള്ളാഹി പറഞ്ഞതാണ്, എന്റെ രക്തം ആരുടെ രക്തത്തോട് കലർന്നോ അവനെ രക്തത്തോടില്ല. ഈ രക്തം കുടിച്ചതിന്റെ മാത്രമല്ല, ചെറുപ്പക്കാരായ സഹാബികളെ വെച്ച് ഏറ്റവും വലിയ ശക്തൻ അബ്ദുല്ലാഹി സുബൈർ റളിയല്ലാഹു അൻഹുവാണ്. ചെറുപ്പക്കാരെ ഏറ്റവും വലിയ ശക്തൻ അബ്ദുല്ലാഹി സുബൈർ. ഏത് പ്രതിസന്ധി ഘട്ടങ്ങളിലും ഏറ്റവും വലിയ ബമ്പന്മാരെന്ന് വെല്ലുവിളിച്ചാലും അവിടെ എതിർക്കാൻ അബ്ദുല്ലാഹി സുബൈർ റളിയല്ലാഹു അൻഹു. ആ മഹാനായ അബ്ദുല്ലാഹി സുബൈർ റളിയല്ലാഹു അൻഹു 17 ദിവസം വരെ വിസാരിച്ചിട്ടുണ്ട്. ഒരു പ്രശ്നം വയ്ക്കാതെ. ഇത് ഹദീസുകളിലാണ്, കിതാബുകളിൽ മുഴുവനുള്ളതാണ്. അവർ പറഞ്ഞ ആരോഗ്യം ചെയ്യാം. വിരോധിച്ചത് ആരോഗ്യമില്ലാത്തവരെ പറ്റിയാണ്. 7 ദിവസം വരെ ഈ സംഭവം സ്വീകരിക്കാൻ വിസാരം പാടില്ല. കറാത്ത പറയുന്ന ചർച്ചയാണ്. ഏറ്റവും വലിയ ഗ്രന്ഥം. അപ്പൊ നബിതങ്ങൾ വിശന്നിരുന്നു, കല്ല് വെച്ച് കെട്ടിയിരുന്നു എന്ന് പറയുന്നത് നോമ്പിനെ സംബന്ധിച്ചാണ്. എന്നാൽ മദീനയിൽ ഭക്ഷണമില്ലാത്ത അവസ്ഥ ഉണ്ടായിട്ടില്ല, എത്രയോ ഉണ്ടായിട്ടുണ്ട്. ഒരു സ്ഥലത്ത് ഭക്ഷണം ഇല്ലാതിരിക്കുക, ഒരാൾക്ക് ഭക്ഷണം കിട്ടാതിരിക്കുക എന്ന് പറയുമ്പോൾ അത് ദാരിദ്ര്യം കൊണ്ടാണ് എന്ന് വ്യാഖ്യാനിക്കരുത്. അവിടെയാണ് അപകടം. നമുക്കറിയാം, കൊറോണ കാലത്ത് ലോക്ക്ഡൌൺ ആയതിന്റെ പേരിൽ ഒരു തുള്ളി വെള്ളം കിട്ടാതെ ബുദ്ധിമുട്ടായി എത്ര പൈസക്കാരുണ്ട്. കഴിഞ്ഞ വർഷം ഷാർജയിൽ വെള്ളപ്പൊക്കം ഉണ്ടായി. ഒരാൾക്ക് വരാൻ കഴിയുന്നില്ല. നമ്മുടെ സന്നദ്ധ പ്രവർത്തകർ എവിടെയെങ്കിലും വെള്ളം വന്നിട്ട് കയറി കെട്ടിക്കൊടുത്ത ഘട്ടങ്ങൾ എത്ര വന്നിട്ടുണ്ട്. പൈസ ഇല്ലാത്തുള്ള ദാരിദ്ര്യമാണ്. പൈസ കിട്ടാൻ അങ്ങനെയുള്ള ഉപരോധ അവസ്ഥകൾ മദീനയിൽ ധാരാളം ഉണ്ടായിട്ടുണ്ട്. അതുകൊണ്ട് ഭക്ഷണമില്ലാത്ത അവസ്ഥ ഉണ്ടായിട്ടുണ്ട് എന്ന് പറയാം. എല്ലാവരും ചിന്തിച്ചാൽ മനസ്സിലാവുന്ന കാര്യമല്ലേ? മദീനയിൽ റസൂലുള്ളാഹി തങ്ങൾ നിൽക്കുന്ന കാലത്ത് നബി തങ്ങൾക്ക് ഭക്ഷണം കൊടുക്കാതെ ബാക്കിയുള്ള ഭക്ഷണം കഴിക്കുമോ? സഹാബത്ത് നബി തങ്ങൾ ഭക്ഷണം കഴിക്കാൻ സഹാബത്ത് ഭക്ഷണം കഴിക്കും. ആ ഭക്ഷണം തയ്യാറല്ല. നബി ഭക്ഷ്യാകാറുണ്ട്. എന്ത് മഹബത്ത് അവർക്ക്.
നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ മദീനയിൽ വന്ന അന്ന് മുതൽ നബി തങ്ങൾ വഫാത്താകുന്നതുവരേക്കും സഅദ് ഇബ്നു ഉബാദ റളിയല്ലാഹു അൻഹു വീട്ടിൽ നിന്ന് മക്കയിലെ കോടീശ്വരനാണ്. ഒരു വലിയ ചെമ്പ് ഭക്ഷണം രാത്രി എന്നും നബി തങ്ങൾ വീട്ടിലേക്കാക്കുന്നുണ്ട്. എന്നും നബി ഏത് ഭാര്യമാരൊക്കെയാണോ ഉള്ളതെങ്കിൽ അവർ ഒരു ചെമ്പ് ഒരാക്കിലെ ഡിഫിമാർക്കല്ലോ സാമാന്യമായി നബി തങ്ങൾ ഭക്ഷണം കഴിക്കണമെങ്കിൽ നബി തങ്ങൾ ഒപ്പം ഒരു മുൻപണം കഴിക്കണം. പക്ഷെ അത് നബി തങ്ങൾക്ക് കിട്ടുന്ന ചില സമയത്തൊന്നും അതിലേറെ ആളുകൾ ഒരുപാടുണ്ടാവും. സ്വഹാബത്തിന് നബി തങ്ങൾ ഒരിക്കലും ആഘോഷിച്ചിട്ടില്ല. നബി തങ്ങൾക്ക് ഭക്ഷണം കൊടുക്കാതിരുന്നിട്ടില്ല. നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളുടെ സമ്പത്തുകൾ എന്തെല്ലാമായിരുന്നു. നബി തങ്ങളെ പറ്റി ദലാലുൽ ഖൈറാത്തിൽ സലാത്തുണ്ട്. അറിയാലോ, നമുക്ക് കുറിച്ചിട്ടുണ്ടായിരിക്കും ദലാലുൽ ഖൈറാത്തിൽ ഇമാമിന്റെ വെള്ളിയാഴ്ച നമ്മുടെ നാട്ടിലുള്ള അൽഗഫു സലാത്ത് സൽഗഫിന്റെ കൂടെ കൂടെ അൽഗഫു സലാത്തും ആ സലാത്ത് ദലാലുൽ ഖൈറാത്തിന്റെ വെള്ളിയാഴ്ച ചെല്ലുന്ന ഹിസ്ബാണ്. അത് ഓരോരോ ദിവസത്തേക്കും 7 ഹിസ്ബാണ്. ഓരോരോ ദിവസത്തേക്കും ഓരോന്നാണ്. ദലാലത്തിലേക്ക് വാങ്ങാൻ കിട്ടും. ഖുർആൻ എഴുതിച്ച് അതേമാതിരിയാണ് എഴുതി വെക്കല്. ഇവിടെ ആ കാലിയുണ്ടായിട്ട് അവിടെ അവരെല്ലാം എഴുതിച്ചിരുന്നു, അച്ചടിച്ചിരുന്നു, തുണി കൊടുത്തിരുന്നു. ലോകത്തെ ദലാലത്തെ പറ്റി പറയുന്നത് ചരിത്രത്തിലേക്ക് കടക്കുന്നില്ല. പരിശുദ്ധ ഖുർആൻ ഓതും പോലെ മുസ്ലിമീങ്ങൾ ഓതുന്ന കിതാബ് സലാത്ത്. ആ ദലാലുൽ ഖൈറാത്തിൽ മഹാനവറുകൾ വ്യാഴാഴ്ചത്തെ ഹിസ്ബിൽ ഒരു പ്രയോഗമുണ്ട്. കുറേ സലാത്തിന്റെ വെള്ളിയാഴ്ചത്തെ ഹിസ്ബിൽ കണ്ടിട്ടുണ്ടാവും. നമ്മുടെ SKSF-ന്റെ സൈറ്റില്ലേ ഔറാദ് അതിൽ നോക്കി കാണാം. അതിന്റെ ദലാലുൽ ഖൈറാത്ത് ഓരോ മധ്യസ്ഥത്തേക്ക് ഓരോ ചെല്ലണത് അത് പ്രത്യേക മഹത്വമുള്ളതാണ്. മഹാന്മാർ അത് ചെല്ലാതെ ഒരാളും ഔലിയായിട്ടില്ല എന്ന് പറയുന്ന ശേഷം ഒരു ചരിത്രങ്ങളിലേക്ക് കടത്തുന്നില്ല. ആ ദലാലുൽ ഖൈറാത്ത് പ്രയോഗം ദിലാമത്തിന്റെ സലാത്ത് അല്ലാഹുമ്മ സ്വല്ലി അലാ സയ്യിദിനാ മുഹമ്മദ്. ഞങ്ങളുടെ നേതാവായ മുഹമ്മദ് നബിയുടെ മേൽ സലാത്ത് ചെല്ലണേ. അത് വലിയ സംഭവമാണോ? അത് ശരിക്കാതെന്നാൽ അതെന്നെ അല്ലാഹു സ്വല്ലി എന്ന സലാത്തുകളുടെ ചർച്ചയുടെ ഓരോ കിതാബിൽ കാണിച്ചതിനെ പറ്റി സലാത്തിനെ പറ്റി ചിന്തിച്ചു നോക്കിയിട്ടുണ്ടോ? ലോകത്ത് ഏത് അമലിനും ഞാൻ പറയാൻ വിചാരിച്ചല്ല, ക്യാമറയോട് പറയാണ്, ലോകത്ത് ഏത് അമലിനും ഒരു കൈഫിയത്ത് ഉണ്ടാവും. നിസ്കരിക്കാൻ പറഞ്ഞാൽ അതിൻ്റെ ഒരു ആകൃതി ഉണ്ട്, ഹജ്ജിനൊരു ആകൃതി ഉണ്ട്, സക്കാത്തിനുണ്ട്. ഏത് അമലിൽ കൂടി എല്ലാത്തിനും പോലുണ്ടാവും. പരിശുദ്ധ ഖുർആനിൽ അല്ലാഹു തആല ഇന്നല്ലാഹ മലായികതഹു യുസല്ലൂന അലൻ നബി, അല്ലാഹുവും അല്ലാഹുവിന്റെ മലായികത്തുകളും നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളുടെ മേലിൽ ഓരോരോ സമയത്തും പുതിയ 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 സലാത്തുകൾ എപ്പോഴും അനുഗ്രഹങ്ങൾ എപ്പോഴും ചെയ്തുകൊണ്ടിരിക്കുന്നു. പുതിയ പുതിയ അനുഗ്രഹങ്ങൾ ചെയ്തുകൊണ്ടിരിക്കുന്നു. ഇസ്മിയാദിന്റെയാണ് പുറത്തുള്ളത്, വിസർജന ഫിലിയാദിന്റെയാണ്. അതെല്ലാം കൂടി കൂട്ടിയാണ് അപ്പം ഇങ്ങനെ വരിക. ഓരോരോ സമയത്തും പുതിയ പുതിയ അനുഗ്രഹങ്ങൾ ലഭിതങ്ങൾക്ക് ചെയ്തുകൊണ്ടിരിക്കുന്നു. ലഭിതങ്ങളുടെ നിങ്ങൾ സലാത്ത് ചെല്ലണം, സലാമും ചെല്ലണം. ഇത് വന്നപ്പോൾ സഹാബത്ത് ചോദിക്കുന്നത് സലാം എങ്ങനെ ഞങ്ങൾക്ക് അറിയാം? കൈപ്പ മുസ്ലിം അറിയിക്കുകയാണ്. ഞങ്ങൾ നിങ്ങൾക്ക് എന്ത് അനുഗ്രഹം ചെയ്യുന്നത്, എങ്ങനെ അനുഗ്രഹം ചെയ്യുന്നത്? നേരത്തെ അനുഗ്രഹം ചെയ്യുന്ന നിങ്ങൾ പറഞ്ഞു അല്ലാഹു സ്വല്ലി നിങ്ങൾ പഠിച്ചോനെ ആ കാര്യം ഞങ്ങളോട് ഇത് പറഞ്ഞാൽ കഴിയൂല, ആ കാര്യം നീ തന്നെ ഏറ്റെടുക്കണമെന്ന് പറഞ്ഞാൽ മതി. അല്ലാഹു സ്വല്ലി അലാ മുഹമ്മദ് പറഞ്ഞത് അല്ലാഹു സ്വല്ലു, നിങ്ങൾ നബിയുടെ സലാത്ത് അനുഗ്രഹം ചെയ്യ്. നമ്മളാണല്ലേ അല്ലാഹു സ്വല്ലി പഠിച്ചോനെ അനുഗ്രഹം ചെയ്യണ്ട. ചിന്തിച്ചു നോക്കിയാണ് സലാത്തിന്റെ അർത്ഥം. സലാത്ത് ഒരു മനുഷ്യന് അല്ലാഹു നബികൾക്ക് ഒരു അനുഗ്രഹം ചെയ്തുകൊണ്ടേയിരിക്കുന്നു. മലായികത്തും എല്ലാവരും ചെയ്യുന്നു എന്ന് പറഞ്ഞപ്പോ ഈ പാവങ്ങളായ സാധുക്കളോട് നിങ്ങൾ ചെയ്യുന്നത് നമുക്ക്
ചെയ്യാൻ പറ്റുന്ന തങ്ങൾക്ക് അള്ളാഹു നീ ചെയ്യുന്ന ആ സ്വലാത്ത് അത് എപ്പോഴും നീ തന്നെ ദായിമാക്കണേ എന്ന് പറഞ്ഞാൽ നമ്മൾ ദുആക്കാനേ പറ്റുള്ളൂ. 3 സ്വലാത്തിന് ദുആണ്. ആ വിഷയം വെച്ചിട്ട് ഒരു നല്ലൊരു കിതാബിലാണ് കിട്ടിയത്. അറബിയിലാണ് പഠിക്കാൻ സുഖം. ഈ വിഷയത്തെ പറ്റി മാത്രം ഞാൻ പറയുന്നത് ഈ സലാത്തിന്റെ കൂട്ടത്തില് ഇമാം ജസൂരി വ്യാഴാഴ്ചത്തെ ഹിജ്റ പറയാണ് നബി അല്ലാഹു സല്ലല്ലാഹു മുഹമ്മദ്. എന്നിട്ട് ഈ മുഹമ്മദ് എന്ന നബി തങ്ങളുടെ പേരിന്റെ പ്രത്യേകതയാണ് എന്താ? മുഹമ്മദ് ഹായുർ റഹ്മാൻ. മുഹമ്മദ് എന്ന പേരിലുള്ള ഹായ് രണ്ട് മീമും ഒരു ഹാവും ഒരു കാലുമാണ് ഇതുകൊണ്ടാകുക. നടുക്കുള്ള മീമും ശ്രദ്ധാക്കപ്പെട്ട മീമാണ് എന്ന് വേറെ പോയിട്ടുണ്ട്. ഹായുർ റഹ്മാൻ, റഹ്മത്തിന്റെ ഹാവുള്ള ഹായ്. അങ്ങനെയുള്ള ഇത് റഹ്മത്തുല്ലാഹിന്റെ ആവശ്യമുണ്ടോ? റഹ്മത്തുല്ലാഹിനെ എന്ന് സൂചിപ്പിക്കാനാണ് ആ ഹായുള്ളത്. അധികാരത്തിന്റെ രാജാധികാരത്തിന്റെ 2 മീമ്. തുടക്കത്തിലുള്ള മീമ് ദുനിയാവിലെ രാജാവാണ്, നടുക്കുള്ള മീമ് ആഖിറത്തിലെ രാജാവാണ് എന്ന് സൂചിപ്പിക്കുന്ന മീമ്. ഇത് എന്നും നിലനിൽക്കുന്നതാണ് ഇതിന്റെ ഭരണം. മറ്റുള്ള ഏത് ഭരണാധികാരികളും ജനാധിപത്യ രാജ്യത്ത് അവർ ജീവിക്കലോടുകൂടെ തന്നെ തോറ്റാൻ കഴിഞ്ഞു. ഭരണക്കാരാണല്ലോ. മറ്റേ മരിച്ചതോടുള്ള ഓർത്ത് കഴിഞ്ഞു. ബഹുമാനപ്പെട്ട റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളുടെ ഈ ദുനിയാവിലുള്ള അധികാരം അത് റസൂലുള്ളാഹി വഫാത്തായി തീർന്നിട്ടില്ല, അത് നിലനിൽക്കുകയാണ്. അതാ ഖുലഫായുടെ ശേഷം നടത്തി നബി തങ്ങൾ ഈ ദുനിയാവിൽ നിന്ന് തൽക്കാലം മാറി നിന്നപ്പം നബി തങ്ങൾക്ക് പകരമായി കാര്യം നോക്കുന്ന ആളുകൾ. നബി തങ്ങളുടെ ആ അധികാരത്തിന്റെ പവറാണ് ലോകത്ത് 5 വക്ത് ബാങ്കുകൾ ഓരോരോ സമയത്തും കൊടുത്തുകൊണ്ടിരിക്കുകയാണ് എന്നുള്ളത്. ഒരു ബാങ്കല്ല, ബഹുദ് ബാങ്ക് ലോകത്ത് എല്ലാ സമയത്തും കൊടുക്കുകയാണ്. അശർ ബാങ്ക് ലോകത്ത് എല്ലാ സമയത്തും കൊടുത്തുകൊണ്ടിരിക്കുകയാണ്. മഗ്‌രിബ് അങ്ങനെ തന്നെ, ഇശാവും അങ്ങനെ തന്നെ, സുബഹി അങ്ങനെ തന്നെ. 5 വക്ത് ബാങ്ക് ലോകത്ത് എല്ലാ സമയത്തും കൊടുത്തുകൊണ്ടിരിക്കുന്നു. ശാസ്ത്രജ്ഞർക്ക് കൊടുക്കേണ്ട ആവശ്യമില്ലല്ലോ. നട്ടുച്ചായാല് കൊടുക്കാൻ കൊടുക്കൂലേ? ഞമ്മക്ക് നട്ടുച്ചായ കേക്കോട്ട് പോയാൽ കിലോമീറ്റർ നട്ടുച്ചല്ലേ? 28 കിലോമീറ്റർ കേക്കോട്ട് പോകുന്നതോറും മിനിറ്റ് വ്യത്യാസപ്പെടും. 28 മിനിറ്റാണ് കേക്കോട്ട് പോകുന്നതോറും. സൂര്യന്റെ സ്പീഡ് എത്രയാണ്? അപ്പൊ കേക്കോട്ട് പോകുന്നതോറും അതാത് നാട്ടുകാരെ നട്ടുച്ചയാണ്. അപ്പൊ വേറൊരു കൂട്ടരെ ഒരു സാഹിത്യ നേരെ അതിനോടാണ്, വേറെ കൂട്ടരെ സൂര്യ അസ്തമിക്കാണ്, വേറെ കൂട്ടർക്ക് മേലത്തെ കടുത്തുകൊപ്പുമായാണ്, വേറെ കൂട്ടർക്ക് സാധിക്കൊള്ളുകയാണ്. ഒരു സമയത്ത് തന്നെ ഈ 5 സമയം ലോകത്തുണ്ട്. അവിടെ ലോകത്ത് മുഴുവൻ സ്ത്രീകളുടെ എല്ലായിടത്തും ഭാഗങ്ങളുണ്ട്. അതോടുകൂടെ തന്നെ ജമാഅത്തിൽ വ്യത്യാസപ്പെട്ട മുസ്ലിമുകളുടെ ഭാഗങ്ങൾ പറയും. അവിടേക്ക് അശ്വന്ന മുഹമ്മദ് റസൂലുള്ളാഹ്, ഈ ലോകം ഭരിക്കാൻ വേണ്ടി അള്ളാഹു വിട്ട അള്ളാഹുവിന്റെ ദൂതരാണ് മുഹമ്മദ് നബിയെ സാക്ഷ്യം വഹിക്കുന്നു. സൂര്യനകത്ത് അള്ളാഹു കാര്യങ്ങൾ ദൗത്യങ്ങൾ എത്തിക്കണമെന്ന് എക്സാണല്ലേ. ദുനിയാവിയായ കാര്യങ്ങൾ അതിനാണ് ദുനിയാവിലാകുന്നത്. ഉറവിയായ കാര്യങ്ങൾ എല്ലാം പഠിക്കുന്നതാണ്. അപ്പൊ നബി തങ്ങൾ ലോകത്തിന്റെ രാജാവാണെന്ന പേരിനെ സൂചിപ്പിക്കുന്നുണ്ട്. നബി തങ്ങളുടെ പേരിനെ സൂചിപ്പിക്കുന്നുണ്ട്. പിന്നെ ആഖിറത്തിലുള്ള ഭരണത്തിന് ശക്തി കൂടുതലുണ്ട്. നബി തങ്ങളോട് മത്സരിക്കാൻ ഒരാളും ഇല്ലാത്തത് കൊണ്ടാണ് 2 മീനുകളുണ്ട്. ശ്രദ്ധിക്കുന്നത് പ്രസിഡന്റ് നബി തങ്ങളുടെ പേര് പറയുമോ, നബി തങ്ങളുടെ മൗലൂദ് ഓതുമോ, നബി തങ്ങളുടെ ഹദീസ് ഓതുമോ, ആ സ്ഥാനത്ത് അത് നബിയാണ് അവിടുത്തെ താരം. അവിടെ താരം നബിയായതുകൊണ്ട് തന്നെ അവിടെ ലോക എത്ര വലിയ വ്യക്തികൾ വന്നാലും ആ സദസ്സിനെ കൊടുക്കാൻ പാടില്ല.
കൊടുക്കുന്ന അതേ അവസ്ഥയിൽ വളരെ ഇവിടെ ഉള്ളത്, ഇവിടെ നാം ബഹുമാനിക്കുന്നത്, നാം ആദരിക്കുന്നത് റസൂലുള്ളാഹിനെയാണ്. ആ സദസ്സിലേക്ക് ഇതിനെ ഹദീസ് കൊടുക്കുന്ന സദസ്സിലേക്ക് ആര് തന്നെ കയറി വന്നാലും അയാൾ ആരെങ്കിലും ചെയ്യാനും അയാൾ കൈ കൊടുക്കാനും ചെയ്ത് കൊടുക്കാനും അയാൾക്ക് ദൂരണ്ടോ ഈ പരിപാടി കൈ പിടിച്ചു കൊടുത്താൽ മതി. എന്തെങ്കിലും നേരത്തെ കൊണ്ടിരിക്കുക. ഇതിന്റെ ഇടയിൽ കൂടെ കൊണ്ടുവന്ന് സദസ്സാനുമതി കൊടുത്താൽ ആ നബി തങ്ങളോട് ചെയ്യുന്ന വഞ്ചനയാണ്, ചതിയാണ്, താഴെയാണെന്ന് മഹാന്മാർ പഠിപ്പിക്കുന്നുണ്ട്. നമ്മുടെ പ്രത്യേകം ശ്രദ്ധിക്കാനാണ് ഞാൻ പറഞ്ഞത്. നബി തങ്ങളാണ് രാജാവ്. അവർ മക്കൾ ചെയ്യുന്ന സദസ്സ്, അവരെ പറ്റി പറയുന്ന സദസ്സ്, അവർ ഹദീസ് കൊടുക്കുന്ന സദസ്സ്, അത് അവർ നിയന്ത്രണമാണ്. അവിടെ വേറെ ഒരാൾക്ക് തരവാറില്ല. ബുഖാരിയുടെ തുടക്കത്തിൽ ഇമാമിൽ പറഞ്ഞിട്ടുണ്ട്, സാധാരണ പറഞ്ഞതാണ്. ഇനി നമുക്ക് ചർച്ച ചെയ്യാവുന്നത് നബി തങ്ങളുടെ ആസ്തി എന്താണെന്ന്. അറിയണ്ടേ നബിതങ്ങൾക്ക് എന്താ ആസ്തി എന്ന് അറിയണ്ടേ? താല്പര്യമില്ലേ? നബിതങ്ങളുടെ ആസ്തി എന്തായിരുന്നു എന്ന് അറിയണല്ലോ. ഒന്ന് നാം മനസ്സിലാക്കേണ്ടത്, തങ്ങൾ ജനിക്കുന്നത് ഒരു സമ്പന്ന കുടുംബത്തിലാണ്. അന്നത്തെ കാലത്ത് ലോകം ഭരിക്കുന്ന ആളുകൾ ഒരു രാജകുടുംബത്തിലാണ് തങ്ങളുടെ ജനനം. രാജകുടുംബത്തിൽ ഏറ്റവും വലിയൊരു ബനൂ ഹാഷിം. അന്നത്തെ രാജകുടുംബമാണ് ഖുറൈശികള്. ആ ഖുറൈശികളിൽ ഏറ്റവും വലിയവരാണ് ബനൂ ഹാഷിം. ഹാഷിമിന്റെ പ്രമുഖ ഏറ്റവും വലിയ മകനാണ് അബ്ദുൽ മുത്തലിബ് ഖലീഫ. അബ്ദുലിന്റെ വാപ്പ അബ്ദുള്ള, അവരുടെ വാപ്പ അബ്ദുൽ മുത്തലിബ്. അബ്ദുൽ മുത്തലിബ് ജനിക്കുന്നത് മദീനയിലാണ്. ഹാഷിം വഫാത്താകുന്നത് ഗസയിലാണ്. നമ്മൾ ഗസയിലെ ഗസ, ആ ഗസയിലാണ് വഫാത്താക്കുന്നത് ഹാഷിം. ഹാഷിം കല്യാണം വെച്ചതാണ് മദീനയിലെ രാജ്ഞി. മദീനയിലെ രാജ്ഞി സൽമാന് വിവാഹം ആലോചിക്കാൻ പോലും ഒരാൾക്കും കഴിയുന്നില്ല. സൽമാനൊരു ഷർത്തുണ്ട്. എന്താ ഷർത്ത്? സൽമാൻ ആ ഒരു കല്യാണം കഴിക്കുന്നു, അവരുടെ നിയന്ത്രണം സൽമാന്റെ അടുത്തായിരുന്നു. ഓരോ തൊഴിലാളികളാണ് അതിനകത്ത് സൽമാക്കാണ്. സൽമാൻ ആണിനെ കെട്ടാണ്. ആണ് കൊണ്ടിട്ടില്ല, പെണ്ണ് ആണിനെ കെട്ടണം. ഈ കോലത്തിലാണ് ഞാനായിരിക്കും അധികാരി, എനിക്കുള്ള അധികാരം കൊടുക്കാൻ പറ്റൂല. ഇതിന് ശക്തൊത്ത നിബന്ധനൊത്ത പൂജാപ്രാരംഭിക്കാനില്ല. അങ്ങനെ നിൽക്കുമ്പോഴാണ് ഖുറൈശി നേതാവായ ഹാഷിം ഇതിനെ സംബന്ധിച്ച് കേൾക്കുന്നത്. ഹാഷിം വന്നു, എല്ലാവരും പറയും നിങ്ങൾ കല്യാണം കഴിച്ച സൽമാൻ വഹിക്കുന്ന. അങ്ങനെ സൽമാൻ സംബന്ധിച്ചു ഹാഷിനെ കണ്ടുകൊടുത്തത് മധ്യപ്രിയാക്കളാണ്, ഉപരോധക്കാണ്. കാരണം നബി കുടുംബത്തിന്റെ പ്രത്യേകതയാണ് എല്ലാവരും അന്നത്തെ കാലത്തെ ഏറ്റവും വലിയ സൗസുമുഖന്മാരാകും. നബി തങ്ങളെ 100 മുഴുവൻ. അങ്ങനെയാണ് ഹാഷിം കല്യാണം കഴിക്കുന്നത്. മദീനയിൽ കുറച്ചു കാലം താമസിച്ചു. പിന്നെ സെൽമയെയും കൊണ്ട് ഗസയിലേക്ക് പോയി, മക്കത്ത് വന്നു, പിന്നെ തിരിച്ചു വന്നു. ഗർഭിണിയായി പ്രസവിച്ചു. ഹാഷിം ഗസയിൽ പോയി മരണപ്പെട്ടു. പിന്നെ അബ്ദുൽ മുത്തലിബ് വളരുന്നത് മദീനയിലാണ്. മദീനയിൽ നിന്ന് വളരുമ്പോൾ അബ്ദുൽ മുത്തലിബ് ഞാൻ ഹാഷിമിന്റെ മകനാണെന്ന് വിളിച്ച് പറയും. എനിക്ക് സമയം ചെലവാക്കുന്നില്ല, വിഷയത്തിൽ കുറേ പറയണം. അങ്ങനെ എന്തായാലും അബ്ദുൽ മുത്തലിബിന്റെ ഏഴാമ മുത്തലിബ്, ഹാഷിമിന്റെ സഹോദരൻ മുത്തലിബ് എന്നവർ പോയിട്ട് അബ്ദുൽ മുത്തലിബിനെ കൂട്ടിയിട്ട്, അബ്ദുൽ മുത്തലിബിന്റെ പേര് ഷൈബ എന്ന പേര്. പക്ഷെ ഷൈബനെയും കൊണ്ട് ഹാഷിം വരുമ്പോ മക്കയുടെ കാലന്മാർ ചോദിച്ചത് പ്രൗഢിയുള്ള വലിയ അന്തസ്സുള്ള കൊണ്ടുവരുന്ന ആവശ്യം. അതിന്റെ അടിമേട അതൊന്നും പെട്ടെന്ന് ഹാഷിമിനെ വളരാന്ന് പറഞ്ഞില്ല. ക്ഷീണുണ്ട്, യാത്ര
പുറത്ത യാത്ര വരുന്നത്. അപ്പൊ എന്റെ അടിമയെ താമസം ചങ്ങായിട്ടോടൊക്കെ പറഞ്ഞു. അതുകൊണ്ട് അബ്ദുൽ മുത്തലിബിന്റെ പേരിട്ടി, മുത്തലിബിന്റെ അടിമ. യഥാർത്ഥ പേരുള്ളത് ഷെയ്ബ. അങ്ങനെ മദീനയിൽ വന്നു, മക്കയിൽ വന്നു, പിന്നെ വീട്ടിൽ പോയി കുളിപ്പിച്ച് നല്ല ഡ്രസ്സൊക്കെ അണിയിച്ചു കൊടുത്തു. ആസിഫിന്റെ മകനാണ്. പിന്നെ മദീനയിലെ മക്കയിലെ ഏറ്റവും വലിയ ആരാന്ന് വെച്ചാൽ അബ്ദുൽ മുത്തലിബാണ്. അബ്ദുൽ മുത്തലിബിന് തുല്യമായ ഒരാളില്ല. എല്ലാവരും കേട്ടിട്ടുണ്ടാകും. ആനക്കലാശംഭവമാണല്ലോ, അറിയാലോ. ജനിക്കുന്നതിന് 53 ദിവസം മുമ്പാണല്ലോ. അന്ന് അബ്രഹത്ത് അവന്റെ പടയാളികളെ വിളിച്ചു. മക്കയിലുള്ള ആളുകളുടെ, ഞാൻ ചുറ്റി പറയട്ടോ, മക്കയിലുള്ള ആളുകളുടെ മുതലിന് കണ്ടിട്ടാ പറഞ്ഞു. അങ്ങനെ മുതലിന്റെ ഓട്ടങ്ങളെല്ലാം തോടിച്ചുപോയി. അപ്പൊ അബ്ദുൽ മുത്തലിബ് പറഞ്ഞു, അബ്രഹത്ത് കൊടുക്കാവുന്ന രാജാവാ, സംസാരിക്കണമെന്ന് പറഞ്ഞു. അബ്ദുൽ മുത്തലിബ് വന്നപ്പോ അബ്രഹത്ത് ഞെട്ടിപ്പോയി. അത്രയും അന്തസ്സുള്ള മനുഷ്യനാണ്, ഗാംഭീര്യമുള്ള ആളാണ്. പക്ഷേ അവരെ രാജാക്കന്മാര്, യമനിലെ രാജാക്കന്മാരെന്നോ അവരെ അടിച്ച് മറ്റൊരാൾ ഇരുത്തുള്ള സിംഹാസനത്തിന്റെ അടുത്ത്. അതിന്റെ പേരിൽ ആ ജാഗ്രത മറച്ചു വെക്കാൻ വേണ്ടി നെറ്റിട്ട് ചെയ്തിട്ട് എന്നോട് പെരുന്നു പോവുക. അബ്ദുൽ മുത്തലിബ് പറഞ്ഞു, ഞാൻ വന്നത് എന്റെ സമ്പത്തുകൾ പിടിച്ചെടുത്തിട്ടുണ്ട്, എന്റെ 200 ഒട്ടകങ്ങൾ പിടിച്ചെടുത്തിട്ട് അത് എനിക്ക് കൊടുക്കുകയാണ്, ഞാൻ ഇങ്ങനെ വന്നാണ്. അപ്പോഴാണ് അബ്രഹത്ത് പറഞ്ഞത്, ഞാനിവിടെ കണ്ടപ്പോൾ വലിയ മാന്യനാണ്, നാട്ടിൽ നേതാവാക്കാൻ വിചാരിച്ചിരുന്നത്. അത് കഴപ്പ കുറിച്ചാൽ വേണ്ടി തന്നെ പറ്റുക തിരിച്ചു പോകണം പറയാനായിട്ട് വന്നതാണ് ഞാൻ വിചാരിച്ചത്. നിങ്ങളിപ്പോൾ മക്കളുടെ ഈ ഒട്ടകമാണെന്നാണ് പറഞ്ഞത്. നിങ്ങളുടെ എല്ലാം മതിപ്പിക്ക് പോയി ആർക്ക് മനസ്സിലായിക്കൊള്ളുന്നതാണ്. ഞാൻ പറഞ്ഞത് ആർക്ക് മനസ്സിലായിക്കൊള്ളുന്നത്. അങ്ങനെ പറഞ്ഞു, ആ കഴപ്പൊക്കെ റബ്ബുണ്ട്, ഞാൻ ആ റബ്ബിനെ കഴപ്പേറ്റിച്ചിട്ടുണ്ട്, അപ്പം ആ റബ്ബ് നോക്കിക്കോളും. ഇതിന്റെ മോനെ നോക്കട്ടെ പറഞ്ഞോളൂ, അതാ ഞാൻ പറഞ്ഞത്. അതെല്ലാം നോക്കാൻ വേണ്ടിയിട്ടുണ്ട്. അങ്ങനെയാണ് സംഭവിച്ചത് തന്നെയാണല്ലോ. അന്നുണ്ടായിരുന്ന ഒട്ടകത്തിൽ 200 ഒട്ടകാണ്. ജനിക്കുന്നത് അവിടുന്ന് 63-ാമത്തെ ദിവസമാണ്. 200 ഒട്ടകം ഒരാൾക്കുണ്ട്. അന്നത്തെ കാലത്ത് 200 ഒട്ടകം എന്ന് പറഞ്ഞാൽ വലിയ മുതലാളിമാർക്കുള്ളതാണ്. ഒരാളെ ദേഹത്ത് 100 ഒട്ടകം ഒരാളെ കൊണ്ടാ വെക്കേണ്ടത്. 200 ഒട്ടകം അന്ന് നിലവിൽ മക്കത്തുണ്ട്. മക്കയിൽ ആര് വന്നാലും അവർ ഭക്ഷണം കൊടുക്കാനാണ് ദുഃഖത്തില്ല. ഫയ്യാദ് എന്നാണ് പേര്, പേര് ഫയ്യാദ് എന്നാൽ വാരി കോരി കൊടുക്കുന്ന ആള്, ഒഴുകുന്ന ആള്, പണം ഒഴുകുന്ന ആള് എന്നാ പേര്. അവര് മരിച്ചു. പിന്നെ തങ്ങൾക്ക് 8 വയസ്സിലാണ് അവർ അവരാളെ നോക്കിയത്. 8 വയസ്സിൽ അബ്ദുൽ മുത്തലിബാ നോക്കിയത്. ആ മരിക്കുമ്പോ അവരെ കഫൻ ചെയ്ത കഫൻ കൂടാ 2 തുണിയിലാ പോകുന്നത്. ഓരോ 2 തുണിക്കും കൂടി 1000 ദീനാർ വരെയാണ്. 1000 ദീനാർ എത്ര അറിയോ? 550 പവൻ സ്വർണം. 550 പവൻ സ്വർണം വിലയുള്ള 2 തുണിയിലാ കഫൻ പൊതിയുന്നത്. അവരുടെ ശരീരം മൂടുന്നത് വരെ കസ്തൂരി ശരീരം മൂടുന്നത് വരെ. നമുക്കറിയാവുന്ന നാട് കത്തിച്ച ആൾക്കാരില്ലല്ലോ. കത്തിച്ച ആൾക്കാർ പൈസക്കനുസരിച്ചാണ് കത്തിക്കല്. ചേരി ചട്ടി ഉപയോഗിച്ച് കത്തിക്കുന്നവരുണ്ടാവും, 2 കിലോ മെഷീൻ ഉപയോഗിച്ച് കത്തിക്കുന്നവരുണ്ടാവും, അതിന്റെ ചന്ദനത്തിന്റെ കാതിൽ കുട്ടി വെച്ച് കത്തിക്കുന്നവരുണ്ടാവും. പൈസ വെച്ചിട്ടാണ് കത്തിക്കലാണ്. എന്നാൽ കപ്പപ്പോള അങ്ങനെ തന്നെയാണ് മനസ്സിലാക്കേണ്ട കാര്യമാണ്. ഒരാൾ മരിച്ചാൽ കപ്പം ചെയ്യേണ്ടത് എല്ലാവർക്കും ഒരേ തുണിയല്ല. ആളുകളുടെ കപ്പാസിറ്റി അനുസരിച്ചുള്ള തുണി വാങ്ങിയിട്ടാണ് കപ്പം ചെയ്യാൻ. അതാണ് സുന്നത്ത്. നമ്മുടെ ദീനതാണ്. കപ്പം കൂടെ വാങ്ങുമ്പോ ആ നാട്ടിലത്തെ ഏറ്റവും വലിയ ഒന്നും അറിയാത്ത കൊള്ളാത്ത കപ്പം വാങ്ങാൻ പറയും. അതിന് മനസ്സിലായ കടിയുണ്ടാവും. എല്ലാവർക്കും ഒരേമാതിരി വയ്ക്കും. കടി മനസ്സിലാണെങ്കിൽ ഒരു 6 ടൈം കൂടി ഞെട്ടൊക്കെ വാങ്ങില്ല. അങ്ങനെയുള്ള കപ്പം കൂടെ വേണ്ടത് അവരവരുടെ കപ്പാസിറ്റി അനുസരിച്ചാണ്. 2000, 3000, 4000, 5000 രൂപ വിലയുള്ള മീറ്റർ ഓട്ടങ്ങൾ വാങ്ങിട്ടും ആളെ കൈവരിച്ചിട്ട് കപ്പം ചെയ്യേണ്ടത്. അത് അങ്ങനെ തന്നെ വസ്ത്രങ്ങളത് എല്ലാവർക്കും ഒന്നൊന്നല്ല, ആളനുസരിച്ചാണ്. അങ്ങനെ അബ്ദുൽ മുത്തലിബിനെ കഫൻ ചെയ്യുന്നത് 1000 ദീനാർ വില വരുന്ന കഫം പൊടി 2 കഫം പോടാണ്.
അബ്ദുൽ മുത്തലിബ് ജീവിച്ചിരിക്കുമ്പോഴാണ് റസൂലുള്ളാഹിയുടെ വാപ്പ വഫാത്താകുന്നത്. അറിയാലോ, ഗർഭിണിയായപ്പോൾ വഫാത്തായിട്ട് 15 റസൂലുള്ളാഹിയുടെ വാപ്പ. ആ വാപ്പനെ അന്തരത്തിൽ കടത്തിയത് പഠിപ്പിച്ചിട്ടുണ്ടല്ലോ. 5 ഒട്ടകം, 2 അടിമസ്ത്രീകൾ, 1 പറ്റം ആളുകൾ, 1 വീട്. ഇത് അബ്ദുള്ളാഹി വാപ്പാന്റെ അന്തരല്ലാതെ കിട്ടിയതാണ്, ഉള്ളതാണ്, സമ്പാദിച്ചതാണ്. 5 ഒട്ടകം, 2 അടിമകള്, ഏതാനും ആടുമാറ്റങ്ങള്, 1 വീട്. മനസ്സ് പഠിച്ചിരിക്കും. അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി വബറകാതുഹു.